ഫോട്ടോജെനിക്. ആകർഷകമായ ദൃശ്യങ്ങൾ കണ്ടെത്താനായി ഒരു ഫോട്ടോഗ്രാഫർ നടത്തുന്ന യാത്രയിലൂടെ അയാൾ തിരിച്ചറിയുന്ന രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയും പൊതുമനോഭാവവും ദൃശ്യവൽക്കരിച്ച സിനിമയാണ് ഫോട്ടോജെനിക്. നല്ല ഫോട്ടോയ്ക്ക് വിഷയസൂചകമായ അവസ്ഥ എന്നാണ് ഞാൻ ശീർഷകം കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു ദിവസത്തെ യാത്രയാണ് ഈ ഫോട്ടോജെനിക് എന്ന സിനിമ ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മളിന്ന് കണ്ടുവരുന്ന സോഷ്യൽ ഇഷ്യൂസും ഒക്കെയാണ് ഈ സിനിമയെ പ്രതിപാദിച്ചുകൊണ്ട് സിനിമയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഫോട്ടോജെനിക് എന്ന ഫിലിമിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അൽഫോൺസ് ജോസഫാണ്. അപ്പോൾ അൽഫോൺസ് ചേട്ടൻ വളരെ നന്നായിട്ട് അൽഫോൺസ് ചേട്ടൻ്റെ സഹായം ഈ ഫിലിമിന് പിന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ക്യാമറ ചെയ്തിരിക്കുന്നത് ദീപക് ഡി മേനോൻ, എൻ്റെ സുഹൃത്താണ്. എഡിറ്റിംഗ് ഷഫീഖ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊഫസർ കൂടിയായ ആക്ടിംഗ് പ്രൊഫസർ കൂടിയായ ശ്രീജിത്ത് രമണനാണ്. പാവമുയൽ. ഒരു വിത്തൗട്ട്. നിത്യജീവിതത്തിന്റെ ഭാഗമായ ചായ എന്ന ശീലത്തിലൂടെ സൗഹൃദവും പ്രണയവും പ്രണയ നൈരാശ്യവും ദൃശ്യവൽക്കരിച്ച സിനിമയാണ് യുനൈസ് നസീർ സംവിധാനം ചെയ്ത ഒരു വിത്തൗട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്ര എക്സ്പോഷർ ഉണ്ടാവുന്നൊന്നും. 4 മിനിറ്റ് കൊണ്ട് ഭംഗിയായി കഥ പറഞ്ഞ ഒരു വിത്തൗട്ടിന്റെ ഈ മികവ് ചിത്രത്തെ അവോൺ ഗാർഡ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിച്ചു. ഹോപ്പ്ഫുള്ളി ഞങ്ങൾ റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ പ്രേക്ഷകരോട് തീർത്ത നന്ദിയുണ്ട്. ബാച്ചിലർ. എനിക്കും ഇഷ്ടമല്ല. ഐ ടു ഹേറ്റ് സ്മോക്കേഴ്സ്. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന എല്ലാ ബാച്ചിലേഴ്സും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ ചേരുവയോടുകൂടി അവതരിപ്പിക്കുന്ന ചിത്രമാണ് ബാച്ചിലർ. ചേട്ടാ, കുട്ടി എങ്ങനെയുണ്ട്? തുമ്പപ്പൂ അല്ലേ? നല്ല തുമ്പപ്പൂ. നർമ്മത്തിലൂടെ രസകരമായി കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞ സംവിധായകന്റെ ഈ മികവ് തന്നെയാണ് ബാച്ചിലർ എന്ന ചിത്രത്തെ ഫിനാലയിലേക്ക് എത്തിച്ചത്. ഞങ്ങൾക്ക് ശുദ്ധമായ ജാതം തന്നെ വേണേ. ഹൈ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള പടങ്ങളാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിച്ച് ചെയ്ത ഒരു പടമാണ് ബാച്ചിലർ. ഏത് മൂവിയാണ് ഏറ്റവും ഫേവറേറ്റ്? ഒരുമാതിരി എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്. എസ്പെഷ്യലി 3 Idiots. പിന്നെ മൂപ്പര് ഹോക്കി പ്ലെയർ ആയിട്ടൊരു പടം ഉണ്ടല്ലോ, ലഗാൻ. അത് എത്ര തവണ കണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര ഫാനാ ഞാൻ, സത്യം. ഗ്രിസൈൽ. ജീവിതത്തിനും മരണത്തിനുമിടയിൽ പെട്ടുപോകുന്ന മനസ്സിന്റെ അവസ്ഥയെ ചിത്രീകരിച്ച സിനിമയാണ് ഗ്രിസൈൽ. ജൂറിയിൽ നിന്നും മികച്ച അഭിപ്രായം നേടാൻ കഴിഞ്ഞ ഗ്രിസൈലിന്റെ കഥാവതരണ മികവും പുതുമയും ഈ ചിത്രത്തിനെ അവോൺ ഗാർഡ് ഗ്രാൻഡ് ഫിനാലയിൽ എത്തിച്ചു. കാത്തിരിക്കാം ഡോക്ടർ, എത്ര നാള് വേണേലും ഞാൻ കാത്തിരിക്കാം. വിഷയത്തിന്റെ മികച്ച ചിത്രീകരണം അരുൺ റുഷ്ദി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനെ ശ്രദ്ധേയമാക്കി.
ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു പോയിൻ്റ്. ആ പോയിന്റിൽ നമ്മുടെ മനസ്സും ശരീരമായിട്ടുള്ള എന്ത് റിലേഷനായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആദി എഴുതേക്കടാ. ആദി കൊറോണ സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിച്ച ചിത്രമാണ് കൊറോണ. ഷറഫു സംവിധാനം ചെയ്ത കൊറോണയുടെ വ്യത്യസ്തതയും പരീക്ഷണാത്മകതയും ചിത്രത്തിന് അവോൺഗാർഡ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് യോഗ്യത നേടിക്കൊടുത്തു. എൻ്റെ പേര് ഷറഫു, കൊറോണ എന്ന ഫിലിമിൻ്റെ ഡയറക്ടറാണ്. ഇത് രാധാകൃഷ്ണൻ പേരാമ്പ്ര, അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അഖിൽ, അദ്ദേഹം മാത്രമാണ് ഈ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു 5 മിനിറ്റുള്ള ഒരു വർക്കാണ്. ഒരൊറ്റ പ്ലോട്ടിൽ അഥവാ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു കഥാപാത്രം മാത്രം അഭിനയിക്കുന്ന സംഭാഷണമൊന്നുമില്ലാത്ത ഒരു പരീക്ഷണ ചിത്രമാണ്. മാംസത്തുരുത്ത് തികച്ചും വ്യത്യസ്തമായ 2 സാഹചര്യങ്ങളിൽ ജീവിച്ച സ്ത്രീകളുടെ മാനസികാവസ്ഥയെ കഥാപശ്ചാത്തലമാക്കി സാഗർ സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മാംസത്തുരുത്ത്. ഞങ്ങൾ ഒരു പറ്റം സുഹൃത്തുക്കൾ ചേർന്ന് ഒരുമിച്ച് സിനിമ എന്ന സ്വപ്നം കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ട ഒരു സിനിമയാണ് മാംസത്തുരുത്ത്. വേറിട്ട കഥാപശ്ചാത്തലവും വിവിധ ഭാവവും സിനിമയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ സാഗർ സത്യന്റെ സംവിധാന മികവും ഈ ഹ്രസ്വ ചിത്രത്തെ അവോൺഗാർഡ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിച്ചു. മാംസത്തുരുത്ത് ഒരു സാങ്കല്പികമായ ഒരു തുരുത്തിൽ നടക്കുന്ന കഥയാണ്. എങ്കിലും അവിടെ ജീവിക്കുന്ന വളരെ പച്ചയായ കുറച്ച് മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കഥയാണ്. വളരെ റഫ് എന്നും റൂഡെന്നും തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ഉള്ളിലെ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നതും അതുപോലെ വളരെ സാധാരണക്കാരിയായുള്ള ഒരു പെൺകുട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വൈൽഡായിട്ടുള്ളൊരു ഇമാജിനേഷനിലൂടെ അതിൻ്റെ ഒരു ക്ലാഷിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് മാംസത്തുരുത്തിൽ പറഞ്ഞു പോകുന്നത്. അതേ കാരണത്താൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ ഭീകരത വീണ്ടും ഓർമ്മിപ്പിച്ച ചിത്രമാണ് അതേ കാരണത്താൽ. കാലിക പ്രസക്തിയുള്ള ഇപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം, സ്ത്രീകൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ ടീമിന്റെ 3ാമത്തെ പ്രൊജക്റ്റാണ്. പ്രമേയത്തിന്റെ പ്രസക്തി കൊണ്ട് അതേ കാരണത്താൽ അവോൺഗാർഡ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പ്രവേശനം നേടി. ഈ സിനിമ പലരുടെയും മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കണ്ട പലരും വിളിച്ച് ഈ സിനിമയെക്കുറിച്ച് അഭിനന്ദിക്കുമ്പം ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അതിന് സ്വന്തം അച്ഛനെ കെട്ടാൻ പറ്റുമോ? സ്വന്തം അച്ഛനെ കെട്ടാൻ പറ്റുമോ? ഈ ഒരു പ്രോഗ്രാമിലും അതേ കാരണത്താൽ നിങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലും ഇനി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ തീരുമാനിക്കുക. താങ്ക് യു.
ബ്ലഡ് ലസ്റ്റ്. സമകാലീന ലോകത്തിന്റെ ചോരക്കുതിയെ ദൃശ്യവൽക്കരിച്ച ചിത്രമാണ് പ്രദീപ് ഗോപൻ സംവിധാനം ചെയ്ത ബ്ലഡ് ലസ്റ്റ്. എൻ്റെ ചിത്രം ചർച്ച ചെയ്യുന്നത് വേട്ടക്കാരൻ ഇരയായി മാറുന്നവരുണ്ടാവുന്ന അയാളുടെ മാനസിക സംഘർഷങ്ങളാണ്. മനുഷ്യനിൽ നിന്നും മനുഷ്യത്വം അകന്നുപോകുന്ന ഈ കാലഘട്ടത്തിന്റെ വന്യമായ വാസനകൾക്കെതിരെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് ബ്ലഡ് ലസ്റ്റ് എന്ന ചിത്രം. പൊതുവെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഇതിനോടുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഈ ചിത്രം നിർമ്മിച്ചത്. അവാൻഗാർഡിൻ്റെ ഈ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ ടീം അതിയായി സന്തോഷിക്കുന്നു. ആഖ്യാനം കൊണ്ടും പ്രമേയം കൊണ്ടും പ്രേക്ഷകരെയും ജൂറിയെയും ഒരുപോലെ വിസ്മയിപ്പിച്ച ചിത്രമാണ് ആസി. സാം സംവിധാനം ചെയ്ത ആസൈയാണ് അവാൻഗാർഡ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക തമിഴ് ചിത്രം. ചെന്നൈയിലെ ഒരു പലചരക്ക് കടയിൽ ജോലി ചെയ്യുന്ന സെൽവം എന്ന കുട്ടിയുടെ ആഗ്രഹത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന് ജൂറിയിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. തമിഴ് ചലച്ചിത്ര രംഗത്തെ മുൻനിര സംവിധായകരോടൊപ്പം സഹസംവിധായകനായി പ്രവർത്തിക്കുന്ന സാം സിനിമാ ലോകത്തിന് മികച്ച സംഭാവനകൾ നൽകാൻ കഴിയുന്ന യുവ ചലച്ചിത്ര പ്രതിഭയാണ്. ഇവിടെ ഓപ്പൺ ഫോറത്തിൻ്റെ വേദിയിൽ അവസാനവട്ട മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ക്രീൻ ചെയ്ത 14 ചിത്രങ്ങളുടെ സംവിധായകരും പ്രേക്ഷകരും തമ്മിലുള്ള ഒരു സംവാദമായിരിക്കും ഈ ഓപ്പൺ ഫോറത്തിൽ നടക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ ചലച്ചിത്ര സംവിധായകർ വേദിയിലേക്ക് കയറാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ചർച്ച നയിക്കുന്നത് പ്രശസ്ത സിനിമാ നിരൂപകനായിട്ടുള്ള മധു ജനാർദ്ദനൻ സാറാണ്.